ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് ദ ഹീറോഫൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് ലെസൺസ് പഠിച്ചൊരു വ്യക്തിയുടെ എനർജി. എന്തോ അവർ തനിച്ചാണ്, അവർ എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ അവർ തന്നെയാണ് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്. മറ്റുള്ളവരാൽ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി, വ്യക്തികളുടെ ഇടപെടലുണ്ട്. എന്നാൽ അവർ ആ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും ഒരുപാട് ലെസൺസ് പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അവർ മൂലം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആ വേദന തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഭയത്തെയും കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. അത് നിങ്ങളോട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. ഇന്ന റീസൺ കൊണ്ടാണ് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാത്തത്. എന്നാൽ ചിലർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല, സൈലൻ്റ് ആയിട്ടിരിക്കാവും. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് വ്യക്തിയുടെ ഇടപെടൽ മൂലം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയിട്ടുള്ളത്. എന്നാൽ അവർ മൂലം ഒരുപാട് വേദനിക്കുന്ന വ്യക്തിയുടെ എനർജി, അവർ മൂലം ഒരുപാട് പേടിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി, എന്തോ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെക്കുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എനർജി നോക്കുമ്പോൾ അവർ ചെറിയ രീതിയിൽ നിരാശയാണ് കാണിക്കുന്നത്, വേദനയാണ് കാണിക്കുന്നത്, അവർ ഭയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. കിങ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് മെച്ചം വരുന്നുണ്ട്, അബണ്ടൻ ആണ് കാണിക്കുന്നത്. മാത്രമല്ല ഒരു യാത്രയെ കാണിക്കുന്നു. അത് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്, ഒരു ട്രാവലിങ്ങിനെ കാണിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു യാത്രയുണ്ട്. അവർ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ട്, അവരുടെ കരിയർ നോക്കി കാണുന്നുണ്ട്. ഫാമിലി ലൈഫ് നോക്കുമ്പോഴാണ് അവർക്ക് വളരെയേറെ ഭയം തോന്നുന്നത്, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുന്നത്. അവരുടെ കരിയർ നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലും നല്ല മെച്ചം വരുന്നുണ്ട്, പുരോഗതി വരുന്നുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ അതിന് വേണ്ടിയിട്ട് സക്സസ് തന്നെയാണ് അവരിലേക്ക് എത്തുന്നതും. അവർ വരും ദിവസങ്ങളിൽ ആ ഒരു കാര്യത്തിനായിട്ട് യാത്ര ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ പറയുന്നുണ്ട്. ട്രാവലിംഗ് ആണ് കാണിക്കുന്നത്, കരിയറുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് കാർഡാണ്. ഇമോഷനെയാണ് കാണിക്കുന്നത്, അവരുടെ ഫീലിങ്സ്. നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ടാവാം. എന്നാൽ വളരെയേറെ വേദനിക്കുന്ന വ്യക്തി എന്ന് ഞാൻ പറഞ്ഞു, പേടിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 8 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ലെറ്റ് ഗോ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളിൽ നിന്നും അത്ര ദൂരെയല്ല, എങ്കിൽ കൂടിയും ദൂരെയാണ് അല്ലേ? കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, തൊട്ടടുത്തുണ്ടായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആ ഒരു എനർജിയാണ് ഇന്ന് കാണിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ വന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇന്ന് അവർക്ക് തോന്നുന്നത്. വളരെയേറെ അവർ വേദനിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്കും ഇന്ന് വളരെയേറെ വേദന തോന്നുന്നുണ്ട്, അവരെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളും പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു, അവരെ കുറിച്ച് ഓർക്കുന്നു. നിങ്ങളിൽ വളരെയേറെ ബിറ്റർനെസ് ആണെന്ന് ഫീൽ ചെയ്യുന്നത്, ഹാർട്ട് ബ്രോക്കൺ ആണ് ഫീൽ ചെയ്യുന്നത്. എന്താ അറിയില്ല, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർ ഇന്ന് വളരെയേറെ വേദനിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കാത്ത ഒരു എനർജിയാണ് ഇന്ന് കാണിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വളരെയേറെ വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും സെയിം കാര്യം അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ 5 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വരും, ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും. അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും, പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് വരും. ഈ ഒരു സമയവും കടന്നു പോകുമെന്നാണ് ഞാനും പറയുന്നത്. ഇന്ന് ഉണ്ടായ മാനസികാവസ്ഥയായിരിക്കില്ല നാളെ നമുക്ക് ഉണ്ടാവുക. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചു കിടക്കുക. പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനായിട്ട് പ്രാർത്ഥിച്ചു കിടക്കുക. നേരം വെളുക്കുമ്പോൾ, നേരം പുലരുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വരും, പോസിറ്റീവ് തിങ്കിങ് വരും. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. നാളത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യട്ടെ എന്ന് പറയാണ്. അതിന് നിങ്ങളും എഫേർട്ട് എടുക്കണം. നിങ്ങളും മെഡിറ്റേഷനിലൂടെ പോസിറ്റീവ് തിങ്കിങ്ങിനെ അട്രാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. 2 വാണ്ടാണ് അവരുടെ കയ്യിലുള്ളത്. യാത്രയെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് എബ്രോഡ് ആയിട്ടുള്ളവരുണ്ടാവാം. ഇവിടെ 2 വാൻഡ്സിൽ ഒരു വാണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ അവർ നോക്കി കാണുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്ലാനിങ്ങിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. തടസ്സങ്ങളുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ഒന്നു ചേരുവാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ അവർ പ്ലാൻ ചെയ്യില്ലല്ലോ. ഇവിടെ ഒരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്, സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. അവർ ആക്ഷൻ എടുക്കും. ഇപ്പോഴത്തെ സാഹചര്യം മാറിയാൽ അവർ ആക്ഷൻ എടുക്കും. ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ അഡ്വഞ്ചറായിട്ട് തന്നെയാണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്നത്, പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു മിസ്സിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങളും അവരും തമ്മിൽ കാണുവാനും സംസാരിക്കുവാനുമുള്ള സാധ്യത ഉണ്ടായിട്ട് കൂടിയും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും അവർ സ്വീകരിച്ചിട്ടില്ല. കാരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, എന്നാൽ കുറേ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളോട് താല്പര്യമുള്ളൊരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ കൂടിയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരും എന്ന് ഞാനും പറയുകയാണ്. ഒരു റിച്ച് ഫ്യൂച്ചർ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൂൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ വളരെയേറെ വേദനിക്കുന്നു എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് പോസിറ്റീവ് തിങ്കിങ് വരുന്നുണ്ട്, പ്രതീക്ഷ വരുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി ന്യൂ ബിഗിനിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പുതിയ തുടക്കത്തിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോവുകയാണ്, അഡ്വഞ്ചറായിട്ട് എന്തോ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. തടസ്സങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരുന്നു, സ്വാതന്ത്ര്യം വരുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾ വളരെ ശാന്തമായിട്ട് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് ഞാനും പറയാണ്. കാരണം നമുക്കുള്ള ശരിയായ ദിശ, ശരിയായ വഴി യൂണിവേഴ്സ് കാണിച്ചു തരും. തടസ്സങ്ങൾ ഉണ്ടാവാം, വ്യക്തികളാവാം, സാഹചര്യമാവാം. എല്ലാവർക്കും ഒരു എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. ചിലവർ അവരുടെ കരിയർ നോക്കി പോയിട്ടുണ്ടാവാം, ചിലവർ അവരുടെ ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം മാറിപ്പോയിട്ടുള്ളത്. എന്തു തന്നെയായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഭയക്കുന്ന കാര്യം, അവർ ചിന്തിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് സോൾവ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇവിടെ 2 ഓഫ് വാൻഡ്സ് കാർഡിൽ നിങ്ങളിലേക്ക് പ്രതീക്ഷയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്.
നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രയർ കണ്ടിന്യൂ ചെയ്തു പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കിട്ടുന്നില്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെയും വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ യൂണിവേഴ്സ് കാണിച്ചു തരും. ഇന്ന് ചെറിയൊരു വേദനയുള്ള ദിവസം തന്നെയാണ് നിങ്ങൾക്കും അവർക്കും. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണ്. ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണേ, കോൾ ചെയ്യരുത്. കാരണം ചിലപ്പോൾ റീഡിംഗ് ഉള്ള സമയത്തായിരിക്കും നിങ്ങൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം. ഒത്തിരി പേരായി കോൾ ചെയ്യുന്നു. കോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. റീഡിംഗ് സമയമാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ മെസ്സേജ് ചെയ്യൂ കേട്ടോ. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.